അതായത് ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നായനാർ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന മാണി അവിടെ നിന്ന് രാജിവെച്ച് നമ്മുടെ കരുണാകര മന്ത്രിസഭയിലേക്ക് പോയി. ആ സംഭവം വിവിധ നാടകവശങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. അതായത് അമച്വർ നാടകരീതി, അതായത് മഹാരാജാക്കന്മാരുടെ കാലത്തുള്ള രീതി, പിന്നെ പ്രൊഫഷണൽ നാടകരീതി, അതായത് സാധാരണ കുടുംബ നാടകം, അവസാനമായിട്ട് ആർക്കും മനസ്സിലാവാത്ത ഒരുതരം സിംബോളിക് നാടകരീതി. അപ്പൊ ആദ്യമായിട്ട് അമച്വർ നാടകരീതി. ഒരു പൊതി ദിനേശ് പീഡിയും തീപ്പെട്ടിയും കൊണ്ടുവരൂ. മഹാരാജ, മന്ത്രി മുഖവൻ മാണിക്കമ്പുരാൻ തിരുമനസിന് മുഖം കാണിക്കാൻ എത്തിയിരിക്കുന്നു. വരാൻ പറയൂ. ഓ, മാണിയോ? ഉപവിഷ്ടനായാലും ഹേ നായനാർ മഹാരാജൻ, എന്നെ നിങ്ങൾ ഇനിയും ഇരുത്താൻ ശ്രമിക്കരുത്. മാണി, നിന്റെ ശബ്ദം? അതെ മഹാരാജൻ, എനിക്ക് ഈ രാജ്യം എടുത്തു കഴിഞ്ഞു. ഞാനിവിടെ വിട്ടു പോവുകയാണ് കരുണാകര മഹാരാജാവിന്റെ പക്കല്. അവിടെ എനിക്ക് രാജോദിതമായ സ്വീകരണമാണുള്ളത്. ഇതാ എന്റെ രാജിക്കത്ത്. നിങ്ങൾ എന്നെ വിട്ടു പോവുകയാണെന്നോ? അതെ മഹാരാജൻ, ഞാൻ പോവുകയാണ്. ഇലക്ഷന്റെ പോർക്കളത്തിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. സ്റ്റൈലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ കുടുംബ നാടക സ്റ്റൈല്, പ്രൊഫഷണൽ നാടക രീതി. എടേ വിലാസിനി, നമ്മുടെ മാണി എന്തിയേ? കുറച്ച് ദിവസമായല്ലോ അവനെ ഈ കുടുംബത്തേക്ക് കണ്ടിട്ട്. അവന്റെ അവളുടെ പറമ്പില് നിൽക്കുന്നുണ്ട്. അവനെ ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയൂ. എന്തിനാ അമ്മ അന്വേഷിച്ചത്? മാണി, കുറെ ദിവസമായി നിന്റെ പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസം ഞാൻ കാണുന്നു. എന്താണ് നിനക്ക് സംഭവിച്ചത്? അമ്മാവാ, എനിക്കിവിടെ മടുത്തമ്മാവാ, ഞാനിവിടെ വിട്ട് പോവുകയാണ്. മാണി, ഇത്രയും കാലം നിന്നെ വിശ്വസിച്ച് എന്റെ പണപ്പെട്ടതിനെ ഞാൻ ഏൽപ്പിച്ചു. ഇപ്പോൾ നീ കാലുവാരുന്നോ? അടുത്തത് സിംബോളിക് നാടകരീതി. എന്റെ മാണിയെ കണ്ടവരുണ്ടോ? എന്റെ മാണിയെ കണ്ടവരുണ്ടോ? എന്റെ